ഗുരുഭ്യോ നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ഒരു ദിവസം കംസഭൃത്യനായ പ്രലംബാസുരൻ രാമകൃഷ്ണന്മാരെ തട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് ഒരു ഗോപന്റെ വേഷത്തിൽ വന്ന് അവരോട് കൂടെ കൂടി. എല്ലാം കാണുന്ന സർവേശ്വരൻ അവനെ ഉടനെ കണ്ടറിഞ്ഞു. പക്ഷേ അറിഞ്ഞതായി നടിച്ചില്ല. അവനെ നിഗ്രഹിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് കൂട്ടുകാരോട് നമുക്ക് രണ്ട് കക്ഷികളായി പിരിഞ്ഞ് ദ്വന്ദ്വയുദ്ധം ചെയ്തു കളിക്കാം. തോൽക്കുന്നവർ ജയിക്കുന്നവരെ പാണ്ഡരീകവടം വരെ ചുവന്നുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അത് കേട്ട് കൃഷ്ണന്റെയും രാമന്റെയും നേതൃത്വത്തിൽ ഗോപാലന്മാർ രണ്ട് കക്ഷികളായി തിരിഞ്ഞ് ശ്രീധാമാവ്, വൃഷൻ മുതലായവർ രാമന്റെ പക്ഷത്തിലും പ്രലംബനും ഭദ്രസേനനും മറ്റു ചിലരും കൃഷ്ണന്റെ പക്ഷത്തിലും ചേർന്നു. ഭക്തന്മാരോടുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ഭഗവാൻ തോറ്റു. അങ്ങനെ പ്രഭു ശ്രീധാമാവിനെയും ഭദ്രസേനൻ വൃഷഭനെയും പ്രലംബൻ ബലരാമനെയും ചുവന്നുകൊണ്ട് കരാർ അനുസരിച്ച് ഭാണ്ഡരീകവടം വരെ നടന്നു. എന്നാൽ പ്രലംബൻ ക്ഷണത്തിൽ അവിടവും കടന്ന് ആകാശത്തിലേക്ക് ഉയർന്നു. അപ്രതീക്ഷിതമായ ഈ കപടതന്ത്രം കണ്ട ആദിശേഷൻ ആയ ഭഗവാൻ ബലരാമൻ മനുഷ്യബുദ്ധിയ ആദ്യമൊന്ന് ഭയന്നെങ്കിലും ഉടനെ കാര്യം മനസ്സിലാക്കി. പെട്ടെന്ന് ശരീരം ബലരാമൻ മഹാമേരുവിന് തുല്യം കനമുള്ളതാക്കി. ആ ഭാരം താങ്ങാനാവാതെ കപടവേഷധാരിയായ പ്രലംബൻ വേഗം ശമിച്ച് മായാശരീരം കൊണ്ട് രാമനെ വഹിക്കാനാവില്ല എന്ന് തോന്നിയ അസുരൻ തൻ്റെ നിജമായ അസുരരൂപം കൈക്കൊണ്ടു. ഇത് കണ്ട് സാക്ഷാൽ സംഘർഷണൻ കോപത്തോടുകൂടി അസുരന്റെ മൂർധാവിൽ മുഷ്ടി ചുരുട്ടി ബലമായി അടിച്ചു. അസുരന്റെ തല തകർന്ന് ഘോരമായി നിലവിളിച്ചുകൊണ്ട് മരിച്ചു വീണു. പ്രലംബവധം കഴിഞ്ഞ് ബാലന്മാർ ഉത്സാഹഭരിതരായി കളി തുടർന്നു. ആ സമയത്ത് പശുക്കൾ മേഞ്ഞു നടന്ന് മഞ്ഞപ്പുൽ കാട്ടിൽ പ്രവേശിച്ചു. കളി കഴിഞ്ഞു നോക്കിയപ്പോൾ പശുക്കളെ കാണാതെ എല്ലാവരും തിരഞ്ഞു നടന്ന് മഞ്ഞപ്പുൽ കാട്ടിലെത്തി. അവയെ തിരിച്ചു കൊണ്ടുവരാൻ ഭാവിച്ചപ്പോൾ എതിർച്ചയാ കാട്ടുതീ പുറപ്പെട്ട് 4 ഭാഗത്തും പടർന്നു. അതിനുള്ളിൽ പെട്ട ബാലന്മാരും പശുക്കളും പ്രാണസങ്കടത്തിലായി നിലവിളിച്ചുകൊണ്ട് കൃഷ്ണനെ അഭയം പ്രാപിച്ചു. അവരുടെ പാരവശ്യം കണ്ട് കരുണാമയൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാവരും കണ്ണടച്ചു കൊള്ളുവിൻ എന്ന് അരുളി ചെയ്തു. അവർ കണ്ണടച്ചു നിന്നപ്പോൾ സർവേശ്വരൻ ഘോരമായ കാട്ടുതീയെ ശ്രീമുഖം കൊണ്ട് പാനം ചെയ്തു. ബാലന്മാർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തങ്ങളും പശുക്കളും കൃഷ്ണരാമനോടുകൂടി സുരക്ഷിതരായി ഭാണ്ഡരീകം വൃക്ഷമൂലത്തിൽ ഇരിക്കുന്നതായി കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ ധനുമാസത്തിൽ കൃഷ്ണപ്രേമികളായ അനേകം ഗോപകന്യകമാർ സംഘം ചേർന്ന് കാർത്യായനി വ്രതം അനുഷ്ഠിച്ച് അവർ ദിവസേന ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്തുകൊണ്ടും അന്യോന്യം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് ഗോകുലത്തിൽ നിന്നും പുറപ്പെട്ട് കാളന്തിയിൽ ചെന്ന് സ്നാനം ചെയ്തും അനന്തരം മണൽ കൊണ്ട് ദേവിയുടെ ബിംബമുണ്ടാക്കി കരയിൽ വെച്ച് പൂജിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ദേവി കാർത്യായനി, മഹാമായേ, മഹായോഗിനി, അതീശ്വരി, നന്ദഗോപസൂതൻ, അടിയന്റെ പതിയായി വരാൻ അനുഗ്രഹിക്കണമേ. നിന്തിരുവടിക്ക് നമസ്കാരം. ഇത്രമാത്രമായിരുന്നു അവരുടെ പ്രാർത്ഥന. ഇപ്രകാരം കൃഷ്ണമാനസകളായി അന്യസ്മരണ ലേശം കൂടാതെയും ജഗദംബയ്ക്ക് നിവേദിച്ച അവിഷ്യാന്നം ഒരു നേരം ഭക്ഷിച്ചുകൊണ്ടും അവർ 1 മാസം വ്രതമനുഷ്ഠിച്ചു. ഒരു ദിവസം പതിവ് പോലെ എല്ലാവരും ശ്രീകൃഷ്ണ കീർത്തനം ചെയ്തുകൊണ്ട് വസ്ത്രങ്ങളെ കരയിൽ അഴിച്ചു വെച്ചിട്ട് കാളന്തിയിൽ കുളിച്ചുകൊണ്ടിരുന്നു. അന്ന് അവർക്ക് വ്രതത്തിന്റെ ഫലം നൽകണമെന്ന് സങ്കല്പിച്ച് പ്രഭു സഖാക്കളോടുകൂടി അവിടെ എത്തി. കുമാരികളുടെ വസ്ത്രങ്ങളെല്ലാം കൈക്കലാക്കി ക്ഷണത്തിൽ ഒരു വൃക്ഷത്തിൽ കയറിയിരുന്നു കൊണ്ട് ഗോപികളോട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രമെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരായിട്ടോ ഒരുമിച്ചോ വന്ന് അവരവരുടെ വസ്ത്രങ്ങളെ വാങ്ങിക്കൊള്ളുവിൻ. ജലത്തിനുള്ളിൽ നിന്ന് ഗോപികൾ ശ്രീകൃഷ്ണന്റെ പരിഹാസവാക്കുകളെ കേട്ടു. പ്രിയനാഥൻ സ്വയം ആഗതനായി തെറിഞ്ഞ് അവർ പ്രേമാനന്ദത്തിൽ മുങ്ങി. എങ്കിലും സ്ത്രീ സഹജമായ ലജ്ജയാൽ കരയ്ക്ക് കയറാതെ തമ്മിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. തണുത്ത ജലത്തിൽ അധികനേരം കിടന്നതിനാൽ അവരുടെ ദേഹം വിറച്ചു. അവർ പറഞ്ഞു, അവിടുത്തെ ദാസികളായ ഞങ്ങൾ ഏത് ആജ്ഞയും അനുസരിച്ചു കൊള്ളാം. ധർമ്മജ്ഞ വസ്ത്രങ്ങൾ തന്നാലും അല്ലെങ്കിൽ ഞങ്ങൾ വ്രജരാജനായ നന്ദഗോപരോട് പറയും. ഭഗവാൻ ചിരിച്ചുകൊണ്ട്, നിങ്ങൾ എൻ്റെ ദാസികളും ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരുമാണെങ്കിൽ മടിച്ചു നിൽക്കുന്നത് എന്തിന്? ഇവിടെ വന്ന് അവരവരുടെ വസ്ത്രങ്ങളെ വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു.
അത് കേട്ട് വെള്ളത്തിൽ തണുത്തു വിറച്ചു നിന്ന എല്ലാ കുമാരികളും ഭഗവത് ആജ്ഞ അനുസരിക്കാൻ നിശ്ചയിച്ച് രണ്ടു കൈകളാലും ഗുഹ്യത്തെ മറച്ചുകൊണ്ട് കരയ്ക്ക് കയറി വന്നു. അവരുടെ നിഷ്കളങ്കത കണ്ട് കരുണാമയൻ പ്രസാദിച്ച് പറഞ്ഞു, വ്രതമനുഷ്ഠിക്കുന്ന നിങ്ങൾ വസ്ത്രം ധരിക്കാതെ പുണ്യനദിയിൽ ഇറങ്ങിയത് ദേവനിന്ദയായിപ്പോയി. ആ പാവത്തിന് രണ്ടു കൈകളും തലയിൽ വെച്ച് യമുനാദേവിയെ നമസ്കരിക്കുവാൻ പറഞ്ഞു. അത് കേട്ട് കുമാരിമാർ വിവസ്ത്രകളായി സ്നാനം ചെയ്തതിനാൽ വ്രതഭംഗം വന്നു എന്ന് കരുതി വ്രതപൂർത്തിയെ കാക്ഷിച്ച് സർവകർമ്മങ്ങളുടെയും പരിപൂർണ ഫല സ്വരൂപനായ അച്യുതനെ തന്നെ തലയിൽ കൈവച്ച് നമസ്കരിച്ചു. ആ മഹാപുരുഷൻ സർവപാപങ്ങളും തീർത്ത് രക്ഷിക്കുന്നവനാണെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ചു. ഗോപകുമാരിമാർ സ്ത്രീ സഹജമായ മാനവും ലജ്ജയും തീരെ പരിത്യജിച്ച് തന്റെ വാക്കിനെ അനുസരിച്ച് നമസ്കരിച്ചത് കണ്ട് ഭഗവാൻ ദേവകീസുതൻ കാരുണ്യവും സന്തോഷവും തോന്നി അവർക്ക് വസ്ത്രങ്ങളെ കൊടുത്തു. ഗോപികൾ മുമ്പ് ധരിച്ചിരുന്ന അഭിമാനമാകുന്ന വസ്ത്രം ഭഗവത് കരവർഷത്താൽ ഭഗവത് പ്രസാദമായി ഭവിച്ചതിനെ അവർ സാദരം വാങ്ങി ധരിച്ച് അവർ ഭഗവാനെ തന്നെ നോക്കി നിന്നു. ഭഗവാൻ പറഞ്ഞു, അല്ലയോ പതിവ്രതകളെ, എൻ്റെ പാദസേവ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ അഭിലാഷം ഞാൻ അനുമോദിക്കുന്നു. അത് സത്യമായി ഭവിക്കും. നിങ്ങൾക്ക് ഒരിക്കലും വിഷയാശ ഉണ്ടാകില്ല. നിങ്ങൾ സിദ്ധകളായി കഴിഞ്ഞു. അടുത്തു വരുന്ന ശരത്കാല രാത്രികളിൽ നിങ്ങൾക്ക് ആത്മസ്വരൂപനായ എന്നോടുകൂടി രമിക്കാം. തൽക്കാലം ഗ്രാമത്തിലേക്ക് മടങ്ങൂ. അത് കേട്ട് കുമാരിമാർ തങ്ങളുടെ മനോരഥം സാധിച്ചു കൃതാർത്ഥരായി സ്വഗ്രഹങ്ങളിലേക്ക് പോയി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടുകൂടി നമസ്കാരം.